ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഷ്യവിദാശാഖാം വന്ദേ വാഗ്മീകി കോകിലം. വാൽമീകി സംഭൂതൻ രാമാംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതുഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 150-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് ഹനുമാൻ ലങ്ക മുഴുവൻ തീവച്ചു, സീതയ്ക്ക് തീപ്പൊള്ളലേറ്റുണ്ടാവുമെന്ന് പരിഭ്രമിച്ചു. അങ്ങനെ ഉണ്ടാവില്ല, സമാധാനിച്ചു. അതിനുശേഷം സീതയെ ഒരു വട്ടം കൂടി കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു എന്നുള്ളവരെ ഭാഗം മുമ്പ് പറഞ്ഞതാണ്. 56-ാമത്തെ സർഗത്തിലെ ഹനുമാൻ സീതയെ കാണുന്നതും രണ്ടാമത് കാണുകയാണ്, യാത്ര ചോദിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ആ ഭാഗം മുതൽക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഹനുമാൻ്റെ പ്രതിപ്രയാണം, തിരിച്ചു പോക്ക്. നേരത്തെ വടക്കേ കരയിൽ നിന്ന് തെക്കേ കരയിലേക്ക് ചാടി വരികയാണ് ചെയ്തത്. ഇനിയിപ്പോൾ തിരിച്ച് വാനരന്മാരിരിക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചു പോകണം. അതിന് മുന്നോടിയായിട്ട് സീതയുടെ അനുവാദം കൂടി വാങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഹനുമാൻ വീണ്ടും സീതയെ കാണുന്നത്. ആ ഭാഗങ്ങൾ വള്ളത്തോളിൻ്റെ പദാനുപദാർത്ഥം നോക്കാം. പിന്നീട് ശിംശവാമൂലം തന്നിൽ മേവുന്ന സീതയെ വന്ദിച്ചു ചൊന്നാൻ, ഭാഗ്യമേ കാണായി നിരഭായ നീ. രണ്ടാമത് ശിംശവാ വൃക്ഷത്തിലെടുത്തിരുന്നു. ആ സീതയെ കണ്ടിട്ട് പറയുകയാണ്, ഭാഗ്യം കൊണ്ട് നിരപായ, ആപത്തൊന്നും എനിക്ക് പറ്റിയില്ലല്ലോ. ഞാനെൻ്റെ ബുദ്ധി കൊണ്ട് എല്ലാവർക്കും തീ വെച്ചു, സീതയ്ക്ക് വല്ല അപകടവും പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല. അതിനെക്കുറിച്ച് ഹനുമാന് ലജ്ജയും പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതായത് സീതയ്ക്ക് അപകടമൊന്നും പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ സന്തോഷത്തിൽ പറയുകയാണ്, ആ പുറപ്പെട്ട ഭവൻ ആത്മനെ ചേർത്തുയർത്തു തൃക്കൺ പാർത്ത അരുളി ചെയ്താൽ ഭർത്തസ്നേഹേന മൈഥിലി. സീതയാകട്ടെ തനിക്ക് പരമോപകാരം ചെയ്ത ഹനുമാനെ വളരെ ആദരവോടെയും കടാക്ഷിച്ചു. എന്ന് പറഞ്ഞു, നീ ഒരാൾ എന്നെ ഈ ലങ്ക മുഴുവൻ മുടിക്കാനും രാവണാദി രാക്ഷസന്മാരെ വധിക്കാനൊക്കെ ശക്തനാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ അങ്ങനെ ഒറ്റയ്ക്ക് ലങ്കയൊക്കെ തകർത്ത് എന്നെ രാമൻ്റെ അടുത്ത് കൊണ്ടുപോയി സമർപ്പിച്ചു എന്ന് വരാം. പക്ഷെ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് രാമൻ്റെ യശസ്സിന്, അദ്ദേഹത്തിൻ്റെ കീർത്തിക്ക് പോരാ. എന്നാൽ അതിൽ നിനക്കല്ലോ പരവീരഘ്നെ പുകൾ യശസ്, കീർത്തി, അതിൻ്റെ കേമത്തൊക്കെ ആർക്കാണ്? ഹനുമാനാണ് ഉണ്ടാവുക. അങ്ങനെയല്ല വേണ്ടത്. എൻ്റെ ഭർത്താവിൻ്റെ യശസ്സുണ്ടാവണം, ഭർത്താവിൻ്റെ പ്രതിജ്ഞ അതിന് പാലിക്കാൻ സാധിക്കണം. നമ്മുടെ രാവണാദി രാക്ഷസരെയൊക്കെ അദ്ദേഹം തന്നെ നേരിട്ട് യുദ്ധം ചെയ്ത് വധിക്കണം എന്നാണ് എൻ്റെ വിചാരം എന്നാണ് സീത പറയുന്നത്. ഇത് പറയാണ്, ലങ്ക ബാണങ്ങളാൽ മൂടി രാമൻ പരബലാർദ്ധനൻ, എന്നെക്കൊണ്ടങ്ങ് പോയാലേ തനിക്കുചിതമായി വരൂ. അങ്ങനെ രാമൻ തന്നെ യുദ്ധം ചെയ്ത് രാവണാദികളെ വധിച്ച് എന്നെ കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതുകൊണ്ട് നീ എന്നോടിക്ക് വേണ്ടി ചെയ്ത അത്യധ്വാനവും നിൻ്റെ എനിക്ക് സന്തോഷമായി. നീ എന്ത് ചെയ്യട്ടെ, നിനക്ക് ഇനി ബാക്കിയുള്ള കൃത്യങ്ങൾ കൂടി മംഗളകരമായ വിധം നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. ഹനുമാൻ മറുപടിയായിട്ട് പറഞ്ഞു, വന്നെത്തുമാശുകാകുൽസ്ഥൻ വാനരക്ഷേന്ദ്രൻ ചുറ്റുമായി, ശത്രുവർഗത്തെ യുദ്ധത്തിൽ കൊന്നു നിന്മാല കറ്റുവാൻ. എൻ്റെ ദുഃഖം തീർക്കാൻ നോക്കണം. സാക്ഷാത് ശ്രീരാമേന്ദ്രൻ വരാതിരിക്കില്ല, സമസ്ത രാഷ്ട്രീയം കൊന്നിട്ട് രക്ഷിക്കും എന്ന് പറഞ്ഞ് സീതയെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ആ ലങ്കയ്ക്കടുത്തുള്ള അരിഷ്ടപർവ്വതം എന്നൊരു പർവ്വതത്തിൻ്റെ മേലെ കയറിയിരുന്നു. ഇതൊക്കെ വലിയ പർവ്വത നിലകളിൽ ഓരോ കൊടുമുടികളായിരിക്കണം. അവിടെ കയറി നിന്നിട്ടാണ് ഇനി വടക്കോട്ടേക്ക് ചാടുന്നത്. നേരത്തെ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മേലെ നിന്നിട്ടാണ് ഹനുമാൻ ഇങ്ങോട്ടേക്ക് ചാടിയത്. കാരണം ഊക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ആക്കം കിട്ടാൻ വേണ്ടിയിട്ട് മലേനെ അവർത്തി ചവിട്ടി ചാടുകയാണ്. പിന്നെ കുറേ ശ്ലോകങ്ങളിൽ വാൽമീകി ചെയ്യുന്നത് ആ പർവ്വതത്തിൻ്റെ സവിശേഷതകളൊക്കെ വർണ്ണിക്കുകയും ഹനുമാൻ്റെ ഈ ചാട്ടം കൊണ്ട് ജീവജാലങ്ങൾക്കും വൃക്ഷങ്ങൾക്കൊക്കെ എന്തൊക്കെ വ്യതിയാനങ്ങളുണ്ടായി ഇതൊക്കെ രസമായിട്ട് വർണ്ണിക്കുന്നില്ല. എന്താ ചെയ്തതെന്ന് വെച്ചാൽ,
എന്നിട്ട് ആ സ്വാമിയെ കാൺമാനുണറും കവിപുങ്കവൻ അരിഷ്ടമാം മാമലമേൽ ഏറിനാനരിമന്തനൻ. അരിഷ്ടം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ വിലക്കാരിതാണ്. രസമായിട്ട് വർണ്ണിക്കുന്നു കുറേ ശ്ലോകങ്ങളിൽ എങ്ങനെയൊക്കെയുള്ളതാണ് ആ പർവ്വതം എന്ന് വർണ്ണിക്കുക. വനവർണ്ണനയും പ്രകൃതി വർണ്ണനയൊക്കെ വാൽമീകി രാമായണത്തിൽ വളരെയധികം സുദീർഘമായിട്ടുണ്ട്. കവി അതിനൊക്കെ സ്വയം ഒഴുകി വർണ്ണിക്കുകയാണ്. ഇതൊക്കെയാ വർണ്ണിക്കുന്നത് നോക്കാം. തുങ്കം പതിമുഖം ചേർന്നു കരിങ്കാടുകൾ ഉള്ളതായി ശൃംഗാന്തേതെങ്ങും അഭ്രത്താലെ ഏറാപ്പിട്ടുള്ള മട്ടിലായി നിന്ദിച്ചിളം സൂര്യകരം തൊട്ടുണർത്തുന്ന മട്ടിലായി. സൂര്യരശ്മികളെ കൊണ്ട് തലോടലേൽക്കുന്ന പർവ്വതമാണ്. നീളെ വൻ നീരൊഴുക്ക് ഒച്ച കൊണ്ട് ശബ്ദത്തോടു കൂടിയുള്ള നീരൊഴുക്കുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് 10-16 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നില്ല. ഘോര സർപ്പേന്ദ്രനെ കൊണ്ടു രോഷാൽ ചീറ്റുന്ന മണ്ടിലായി. ആ പർവ്വത ഗുഹകളിലൊക്കെ ക്രോധത്തോടു കൂടി ചീറ്റിക്കൊണ്ടിരിക്കുന്ന സർപ്പങ്ങളുണ്ടായിരുന്നു. കാർവേടിനൊത്ത പാദത്താൽ യമനോദ്യുക്ത മട്ടിലായി. കാർ ചേർന്ന മുടിയാൽ പാലിൽ മെയ് നിവർത്തുന്ന മട്ടിലായി. അനേക ശൃംഗാവൃതമായി ബഹുകന്ധരയുക്തമായി. കന്ധര ഗുഹയാണ്, ധാരാളം ഗുഹകളുണ്ടായിരുന്നു. പിന്നെ അനവധി വൃക്ഷങ്ങളൊക്കെയാണ്. പയൻ, കരിമ്പന, മുള, മരുത് മുതലായതൊക്കെ ഉണ്ടാകും. നാനാമൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അങ്ങനെയൊക്കെയുള്ളതായ ആ പർവ്വതത്തിന് മേലെ നിന്നാണ് തിരിച്ച് ഉള്ള യാത്രയ്ക്ക് ഹനുമാൻ പുറപ്പെടുന്നത്. അങ്ങനെ ഹനുമാൻ അമർത്തി ചവിട്ടി പർവ്വതത്തിൻ്റെ ശൃംഗത്തിൽ. ആ സമയത്ത് ആ പർവ്വതത്തിൻ്റെ വശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഗുഹകളൊക്കെ അമർന്നു. അതിലുണ്ടായിരുന്ന സിംഹങ്ങൾ മുതലായ വന്യജീവികൾ പോലും പേടിച്ച് കരഞ്ഞു. അതൊക്കെ വേദനയായി. ധാരാളം സർപ്പങ്ങൾ ചതഞ്ഞു പോയി എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞത്. അമർക്കപ്പെട്ട മനശൈലം വിട്ടുവാനത്തു ഏറിനാൻ ശ്രീമത്താം പർവ്വതം. അതു വലിയ പർവ്വതത്തിന് മേലെ കയറിയിട്ട് ശക്തിയിൽ ചവിട്ടിയിട്ട് ഇന്നാണ്. 10 കാതം പരപ്പും 30 കാതം ഉയർച്ചയും. ഇത്രയൊക്കെയായിട്ടാണ് ചേർന്നതാമാഗിരി. 30 കാതം ഉയരമുള്ളതും 10 കാതം പരപ്പുള്ളതായിരുന്നു പർവ്വതം. അതിൻ്റെ മേലെ കയറിയിട്ട് വലിയ പർവ്വതാകാരനായ ഹനുമാൻ ചാടുകയാണ്. അങ്ങനെ ഈ മടക്കയാത്ര എന്തൊക്കെ കാഴ്ചകൾ കണ്ടു. സൂര്യനാകുന്ന നീർക്കോഴി രമ്യമന്തിങ്കളമ്പലും തിഷ്യശ്രവണകാദംബം കാരളം പുല്ലു ചണ്ടികൾ. സൂര്യനെ നീർക്കോഴിയായിട്ടും രമ്യമാൻ തിങ്കൾ ചന്ദ്രൻ ആമ്പലായിട്ടുമൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് ഇതിനെ വർണ്ണിക്കുന്നത്. എന്തൊക്കെയോ ഇവിടെ വാനിടത്തെ വിഴുങ്ങുന്ന ചന്ദ്രങ്ങൾ ഉരസുന്നിതോ. ആകാശം വരെ വരേണ്ടതോ എന്നൊക്കെ രീതിയിലുള്ളതാണ്. ചന്ദ്രബിംബത്തെ തന്നെ വരുന്ന അത് സ്പർശിക്കുന്നുണ്ട് തോന്നും. അങ്ങനെയൊക്കെയാണ് കാഴ്ചക്കാർ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഹനുമാൻ വാനിൽ ഗരുഡനെ പോലായി വിളങ്ങി വായു നന്ദനൻ. ആകാശത്തിൽ ഒരു ഗരുഡനെ പോലെ തോന്നിച്ചു എന്നാണ്. വീണ്ടും വീണ്ടും ഘനമുഖത്തെ പിളർത്തും വിട്ടുപോകുന്നുമേ. മേഘമാലകളൊക്കെ പിളർത്തിക്കൊണ്ട് ഈ ആകാശമാർഗം തിരിച്ചു വരികയാണ്. കുറേ ശ്ലോകങ്ങളിൽ ഹനുമാൻ്റെ ആ ബലവീര്യങ്ങളെയും ഹനുമാൻ്റെ ഊരുബലത്തെയും. അപ്പോൾ അതുണ്ടാക്കുന്ന ഹനുമാൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന കാറ്റുകൊണ്ട് ഉണ്ടായ വ്യതിയാനങ്ങളും ഒക്കെ പറയാം. ഞാണ് വിട്ടൊരു നാരാജം പോലെ പോന്നാൻ മഹാദേവൻ. വില്ലിൻ്റെ ഞാണിൽ നിന്ന് തൊടുത്ത് വിട്ട് അമ്പു പോലെ വളരെ വേഗത്തിൽ വന്നു എന്നാണ്. കാർവോരുള്ളൊന്നു കണ്ടിട്ട് ആർപ്പിട്ടാൻ കവിപുങ്കവൻ മുഴക്കി നാനാപ്ലവകൻ പത്താശകള നീളവേ. 10 ദിക്കിനെയും കുലുക്കുമാറുള്ള വലിയ അട്ടഹാസത്തോടു കൂടിയൊക്കെയാണ് ഹനുമാൻ പുറപ്പെടുന്നത്. കാരണം താൻ കാര്യം സാധിച്ചു എന്നുള്ള അഭിമാനവും സന്തോഷവും പിന്നെ രാമൻ്റെ അടുത്ത് ചെന്നിട്ട് വിവരറിയിക്കാനുള്ള അത്യുത്സാഹവും ഒക്കെ ആയിട്ട് വാനരൻ്റെ നിർഘോഷമിടിയൊത്താണ് അച്ഛനെ ആർക്കൊന്നൊരൊച്ച കേട്ടിട്ട് ഉൾക്കണ്ട വേദിനാൾ തോഴനെ കാണുവാനാചാഹുലുമക്കീശ്വരേ വരും. വടക്കേ കരയ്ക്ക് എത്തിക്കഴിഞ്ഞു. വടക്കേ കരയ്ക്ക് എത്താനാകുമ്പോൾ ആയിരക്കണക്കിന് വാനരന്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഉത്കണ്ഠയോട് കൂടിയിട്ട് ആ ഹനുമാൻ്റെ തിരിച്ചു വരവ് കാത്തിരിക്കുകയായിരുന്നു. കാരണം അവർക്ക് ജീവൽ പ്രശ്നം കൂടിയാണ്. സീതയെ കണ്ടെത്തിയതുമില്ല, സമയത്ത് ജില്യം ചെയ്തില്ലെങ്കിൽ ആ സുഗ്രീവൻ തങ്ങളെ വധിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രായോപവേശത്തിന് പോലും ഒരുങ്ങിയിട്ടുള്ളവരായിരുന്നു ആ കവികൾ. അപ്പോൾ അവർക്ക് ഹനുമാൻ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് അവർ ഉത്കണ്ഠയോടുകൂടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഹനുമാൻ്റെ വിജയോന്മാദം കൊണ്ടുള്ള അറസ്റ്റ് അവർ കേട്ടത്.
കേട്ടിട്ട് ഇമ്പമുടേ ചാടി കയറിക്കണ്ടാതെ ആദിടം വൃക്ഷാഗ്രം വിട്ടു വൃക്ഷാഗ്രം ശൃംഗം വിട്ടിട്ടു ശൃംഗവും ഹർഷം പൂണ്ടു ഹനുമാനെ കാൺമാനൊന്നിച്ചു ഓടിനാർ. അപ്പോൾ ഹനുമാൻ്റെ ശബ്ദമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ വലിയ സ്വരം കേട്ടപ്പോൾ വിജയോന്മാദം കൊണ്ടുള്ള ശബ്ദമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല. അതുകൊണ്ട് കാര്യം സാധിച്ചിട്ടായിരിക്കാം ഹനുമാൻ വരുന്നതെന്ന് സ്വാഭാവികമായിട്ടും അവർ ഊഹിച്ചു. അതുകൊണ്ട് ആ വാനരന്മാർ തങ്ങളുടെ ജാതിജാബല്യത്തിനനുസരിച്ച് വൃക്ഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലായില്ല. ഹർഷം പൂണ്ടു ഹനുമാനെ കാൺമാനൊന്നിച്ചു ഓടിനാർ. കൊമ്പും പിടിച്ചു വൃക്ഷാഗ്രങ്ങളിൽ നിന്നാവലീ മുഖർ. വെണ്മയേറിയ വൃക്ഷങ്ങൾ വീശിനാർ. പരിതുഷ്ടരായി ചില മരത്തിൻ്റെ കൊമ്പൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് അത് വീശി ആകാശത്തിന് സന്തോഷം കാണിക്കാൻ, ചില വസ്ത്രങ്ങൾ വീശി എന്നൊക്കെയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വന്നെത്തും മുഴുവനെ കൊത്ത വാനര വര്യനെ. ആകാശമാർഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ വലിയ കാർമേഘത്ത് പോലെ ആ ഹനുമാൻ വരുന്നതായിട്ട് കണ്ടു. ചിറകറ്റ മലയ്ക്കൊപ്പം ആവതിച്ചണ്ണ സ്ഥലാൽ. ചിറകില്ലാത്ത മല പോലെ ആണ് വന്നത്. സാധാരണ ഇതിൽ പഴയ കാലത്ത് പുരാണത്തിൽ പറയുക പർവ്വതങ്ങൾ ചിറകുണ്ടായിരുന്നു എന്നാണ്. ഈ ഹനുമാനെ കണ്ടാൽ പർവ്വതം പോലെ തോന്നും, പക്ഷേ ചിറകില്ലാത്ത മാമലയാണെന്നാണ്. അങ്ങനെ അവർ ഒന്ന് ഹനുമാൻ എന്ത് ചെയ്തു, ഈ ശക്തിയോട് കൂടിയിട്ട് താഴേക്ക് ചാടുകയും ചെയ്തു. സുഖേന തിരികെ വന്ന വായുപുത്രകവീന്ദ്രനെ കായും കിഴങ്ങുമാകുന്ന കാഴ്ചദ്രവ്യം എടുത്തുടൻ. ഓരോ ആളും അവനവൻ്റെ സ്വഭാവത്തിനും സംസ്കാരത്തിനും സാധ്യതയ്ക്കനുസരിച്ചാണല്ലോ സ്വീകരിക്കുക. ഇവർ വാനരന്മാരാണ്, അവരതുകൊണ്ട് കായും കിഴങ്ങുകളൊക്കെ ആയിട്ട് വിജയിയായി വരുന്ന ഹനുമാനെ സ്വീകരിച്ചു. അങ്ങനെ എന്തായിരിക്കും അദ്ദേഹം പറയുന്നതെന്ന് ഉത്കണ്ഠയോടുകൂടി നിൽക്കുന്ന സമയത്ത് ആ ഹനുമാൻ പറഞ്ഞു, കണ്ടു സീതയെന്നായി ചുരുക്കി ചൊല്ലി വിക്രമി. വിക്രമിയായിരിക്കുന്ന ഹനുമാൻ നിഷ്ഠാസീതാമയ എന്ന് ഒരാൾ ആൽവീയുടെ മൂലത്തിൽ കാണാം. കണ്ടു സീതയെ എന്ന് ആദ്യം പറഞ്ഞു. ഇത് ദൂതന്മാരുടെ ഔചിത്യബോധം, സാമർഥ്യം ഒക്കെ കാണിക്കുന്ന വാക്കാണ്. കാരണം ചിലർ ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അപ്രസക്തമായ കാര്യങ്ങളും അതിന് മുമ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിച്ചിട്ട് യഥാർത്ഥത്തിൽ പറയേണ്ടത് അവസാനം പറഞ്ഞെന്ന് വരുള്ളൂ. ഇവിടെ ഹനുമാൻ വളരെ യുക്തിപൂർവം താൻ എന്തിനു പോയോ ആ പ്രധാന കാര്യം ആദ്യം പറഞ്ഞു. കണ്ടു സീതയെ, ഞാൻ ആ സീതയെ കണ്ടിരിക്കുന്നു. ബാക്കിയൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ്. അതൊക്കെ സാവകാശം പറഞ്ഞാലും മതിയല്ലോ. ഉത്കണ്ഠയോട് കൂടിയിട്ട് ഈ വാനരന്മാർ കാത്തിരിക്കുന്നത് ഹനുമാൻ കാര്യം സാധിച്ചോ ഇല്ലയോ എന്നറിയാനാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മളും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതാണ്. ചിലരോട് ഒരു കാര്യത്തിന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്തൊക്കെ ഉണ്ടായി, കാര്യം നടന്നോ എന്നുള്ള ഏറ്റവും ഒടുവിലേ പറയുള്ളൂ. അതുപോലെ അങ്ങോട്ടുള്ള യാത്രയുടെ വിശദാംശങ്ങളും അവിടെ ചെന്നപ്പോഴുള്ള ഈ കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരങ്ങളായി തോന്നാവുന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയും. അതൊന്നും അല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പറഞ്ഞു. ബാക്കിയൊക്കെ കണ്ടു സീതയെന്നായി ചുരുക്കി ചൊല്ലി വിക്രമി ഇരുന്നേൻ ബാലിസുതനെ കരം കൊണ്ട് പിടിച്ചവൻ. അംഗതൻ്റെ കൈ പിടിച്ചിട്ട് അവിടെ ഇരുന്നു. ധാരാളം പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. വാനരന്മാരൊക്കെ ഈ ഹനുമാൻ്റെ വാക്കുകൾ കേൾക്കാനായി ബദ്ധശ്രദ്ധരായി ഇരുന്നാണ്. അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, കേട്ടിട്ടു സന്തോഷവശന്മാരായി വാനരേവരും. ചിലർ ആർത്തു കൂക്കി, ചിലർ ബലിഷ്ഠരലറി, ചിലർ കൊട്ടി, ചിലർ കൂട്ടി കിലകിലാ ശബ്ദം. ചിലർ കിലകിലാ ശബ്ദം ഉണ്ടാക്കി, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി, ചിലർ അലറി, ചിലർ പർവ്വതത്തിന് മേലൊക്കെ ചാടിക്കയറി. കാരണം അവർക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഇത്രയും ദിവസം അവർ ദുഃഖമുണ്ടാവില്ല ഇരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ജീവൻ തന്നെ കളയാൻ തയ്യാറായി നിന്നവരാണ്. ഇപ്പോൾ പുനർജീവൻ കിട്ടിയതുപോലെ അവർ സന്തോഷിച്ചു. ഇമ്പത്താൽ വാല് പൊന്തിച്ചു ചിലവാനര ഉന്നരൻ. ആ ചാബല്യത്തിനനുസരിച്ച് ചിലരൊക്കെ സ്വന്തം വാല് നിലത്തിട്ടടിച്ചു ശബ്ദം ഉണ്ടാക്കി. ഇങ്ങനെ ചൊല്ലി വെച്ച ഹനുമാനോടോ നീ ചൊല്ലി അങ്കദൻ. അപ്പോൾ അങ്കദൻ പറഞ്ഞു, അല്ലയോ ഹനുമൻ, അങ്ങ് ബലവീര്യങ്ങളെ കൊണ്ട് യോഗ്യനായിരിക്കുന്ന ആളാണ്. സത്വവീര്യങ്ങളിൽ നിനക്ക് ഒത്തൊരാളില്ല വാനരാ. തിരികെ വന്നുവല്ലോ കടൽ ചാടിക്കണം നീ. വലിയതായ കടൽ ചാടി അങ്ങോട്ട് പോയി തിരിച്ച് നീ വന്നുവല്ലോ. വിസ്തരിച്ച് പറയൂ, ചൊല്ലാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രാമൻ്റെ അടുത്തേക്ക് പോകാം. ചെല്ലാൻ ഞങ്ങൾക്കൊരു ആമങ്കൽ നിൻ പ്രസാദാൽക്കഥാർത്ഥരായി. ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളതായ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് രാമനെ കാണാൻ സാധിക്കുമല്ലോ. നീയാണ് ഭാഗ്യം, നീ കണ്ടു ചൊൽക്കൊണ്ടാ ദേവി ഞാൻ രാമപത്നിയെ. ആ പ്രശസ്തയായിരിക്കുന്ന സീതയെ നീ കണ്ടു വന്നുവല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. ആ സമയത്ത് സമസ്ത
വാനരന്മാരും ദശകണ്ഠനെയും കണ്ട് ഇവ കേൾപ്പാതിന് ആശയാ. എങ്ങനെയാണ് രാവണനെ കണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിന്നതാണ്. യശസ്സൂടും ഹനുമാനോടൊത്തു പേർ പുകഴ്ന്ന ബദ്ധാംഗത ബാഹു വങ്കദൻ അങ്കദബാഹു അങ്കദൻ സമോദമാമേവിന മാമലപ്പുറം കിടന്നു മിന്നി പ്രഭയാൽ സമുന്നതം. അങ്കദമായ വാനന്മാരൊക്കെ ഹനുമാൻ്റെ വാക്ക് കേട്ടാൻ വേണ്ടിയിട്ട് ചുറ്റും നിന്നു. ആ സമയത്ത് ഹനുമാൻ വിസ്തരിച്ച് താൻ ഇവിടുന്ന് പുറപ്പെട്ടവർക്ക് തിരിച്ചു വരുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാനൊന്നുമില്ല അതിൽ. കാരണം നമ്മൾ നേരത്തെ അങ്ങോട്ട് പോകുമ്പോഴുള്ള വർണ്ണനയിൽ കവി നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഈ വാനരന്മാർ അത് കേട്ടിട്ടില്ല. അതുകൊണ്ട് അവരോടായിട്ട് ഹനുമാൻ അതൊക്കെ വിസ്തരിക്കുക. സാമാന്യം ദീർഘമായ അധ്യായം 100ലധികം ശ്ലോകങ്ങളിൽ അങ്ങോട്ട് പുറപ്പെട്ടവർക്കുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ സമുദ്രത്തിൻ്റെ മേലെ കൂടെ വായുവേഗത്തിൽ പോവായിരുന്നു. ആ സമയത്ത് ഇതൊക്കെ ചെയ്തത് പർവ്വതം മൈനാകപർവ്വതം വന്ന് തന്നെ സൽക്കരിച്ചതും പോകുമ്പോഴോ നേരിട്ടു വിഘ്നം പോലൊന്ന് ഭീഷണം ഒരു പൊന്നിൻ കൊടുമുടി കണ്ടേൻ ദിവ്യം മനോഹരം. പൊന്ന് ഉണ്ടതായ കൊടുമുടിയാണ് പൊങ്ങി വന്നത്. എന്നിട്ട് ഉണ്ണി ഇത് വിശ്രമിച്ചോളൂ എന്നോട് പറഞ്ഞു. അതൊക്കെ തനിക്ക് ഒരു വിഘ്നമായിട്ടാണ് അർത്ഥം. ഞാൻ അപ്പനാണെന്നറിയാ വായുവിൻ തോഴനാകയാൽ ഞാൻ വായുവിന് സഹോദരനായിരിക്കുന്ന മൈനാകപർവ്വതമാണ്. അതുകൊണ്ട് നീ എൻ്റെ ആദിത്യം സ്വീകരിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദിത്യത്തെ നിരസിക്കുന്നു. അതിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുരസ വന്നു. നാഗമാതാവായ സുരസ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം പരീക്ഷിക്കാനായിട്ട് വന്നതായിരുന്നു. അവിടെ ഈ വഴിക്ക് പോകുന്നവരൊക്കെ എനിക്ക് ആഹാരമായി തീരേണ്ടവരാണെന്ന് പറഞ്ഞ് തൻ്റെ വായ അത്യധികം വലുതാക്കി പിടിച്ചു തിന്നാൻ നോക്കി. താനതിനെയൊക്കെ അതിക്രമിച്ചു. ഒടുവിൽ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി കണ്ടിട്ട് പോകാം നിൻ വായിൽ നേരായി ചെയ്യുമ്പോൾ പ്രതിജ്ഞ ഞാൻ. ആദ്യം സുരസയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വായിൽ വന്ന് വീണ് കൊള്ളാം, പക്ഷേ ഇപ്പം ഞാനൊരു ദൗത്യം കൊണ്ട് പുറപ്പെടുകയാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അവളത് സമ്മതിച്ചില്ല. ചിക്കെന്ന വായിലുൾ പോയി ക്ഷണാൽ പോകുന്നതിന് വിളിക്കും ഞാൻ. ഒടുവിൽ താൻ ശരീരം ചെറുതാക്കിയിട്ട് അവളുടെ വായിൽ ചെന്ന് വീണു. എന്നിട്ട് വേഗത്തിൽ തിരിച്ചും വന്നു. എന്നിട്ട് സുരസയോട് പറഞ്ഞു, എൻ്റെ മകനെ പോലെ കണക്കാക്കേണ്ടതാണ്, അനുഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞു. അതുമായിട്ടാണ് പോയത്. പിന്നെ സിംഹിക എന്ന് പറയുന്നതായ ഒരു രാക്ഷസി നിഴലത് പിടിച്ചു കൊല്ലുന്നതൊക്കെ കളിപ്പാട്ട് കാണാം. നിഴൽ പിടിച്ചു കൊല്ലുന്നവളായ സിംഹിക അതൊരു ഭീഷണി തന്നെയായിരുന്നു. അവൾ വന്നപ്പോൾ അവളെ പ്രഹരിച്ച് കൊല്ലുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് താൻ അവിടെ എത്തിയതെന്നും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിവിസ്തൃതമായിരിക്കുന്ന ലങ്കയിൽ എവിടെയാണ് സീതയുള്ളതെന്ന് അറിയാതെ അവിടുത്തെ ഗോപുരദ്വാരങ്ങളിലും അതിൻ്റെ പ്രദേശങ്ങളിലൊക്കെ അലയാൻ വേണ്ടി തീരുമാനിച്ചു. രാത്രിയിൽ വളരെ ചെറിയ ശരീരത്തോടു കൂടി കിടക്കാൻ ഗോപുരം കിടക്കാനായി തീരുമാനിച്ചു. അപ്പോൾ ലങ്കാലക്ഷ്മി വന്നിട്ട് തടഞ്ഞു. ലങ്കാലക്ഷ്മിയെ പ്രഹരിച്ചപ്പോൾ അവൾ അനുവാദമൊക്കെ തന്നു. ലങ്കാലക്ഷ്മി ശാപം കൊണ്ട് രാക്ഷസിയായി തീർന്ന് അവൾ നിൽക്കുകയായിരുന്നു. അവൾ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഞാൻ ബ്രഹ്മനിർദ്ദേശപ്രകാരം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ കൈകൊണ്ട് പ്രഹരം കിട്ടുന്ന ദിവസം എനിക്ക് മോചനം ഉണ്ടാകുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ പോവുകയാണ്. നീ ലങ്ക മുഴുവൻ ജയിച്ചു കഴിഞ്ഞു, നിനക്ക് സൗകര്യം പോലെ ലോകം മുഴുവൻ നടക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. ഈ കഥകളൊക്കെ ഹനുമാൻ വിസ്തരിച്ച് പറയുകയാണ്. പിന്നെ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. അന്തഃപുരങ്ങളിലൊക്കെ നടന്നു. അനേക സ്ത്രീകളോടുകൂടിയതും പാനപാത്രങ്ങളോടുകൂടി അന്തഃപുരങ്ങളിലൊന്നും കണ്ടില്ല. അതിനുശേഷം നിരാശാഭരിതനായിരിക്കുമ്പോഴാണ് വലിയ ശിംശഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതിദുഃഖിതയായി ഒരു സ്ത്രീയെ കണ്ടത്. അത് സീതയാണ് താൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് ഭീതി ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ട് വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ മറഞ്ഞു നിന്നു. ആ സമയത്താണ് രാവണൻ അവിടേക്ക് വന്നത്. രാവണൻ അമിതമായ സുഖഭോഗങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തെങ്കിലും സീത അതൊക്കെ നിരസിച്ചു. അവൾ ഒരിക്കലും രാവണനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. രാവണനാകട്ടെ 2 മാസക്കാലം താൻ കാത്തിരുന്നുകൊള്ളാമെന്നും അത് കഴിഞ്ഞാൽ തൻ്റെ പ്രഭാതഭക്ഷണമായി സീതയെ മാറ്റും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോവുകയാണ് ചെയ്തത്. പിന്നെ വളരെ മധുരമായ ശബ്ദത്തിൽ രാമൻ്റെ യശസ്സും ആ ചരിത്രങ്ങളൊക്കെ ഞാൻ പാടുകയാണ് ചെയ്തത്. അങ്ങനെ സീതയുടെ വിശ്വാസം ജനിപ്പിച്ചു. സീതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാമാലന്മാരെ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. അതിനിടയ്ക്ക് രാവണനോട് നേരിട്ട് ഏറ്റുമുട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ട്
ആ ലങ്ക തകർത്തതും ലങ്കയ്ക്ക് തീ വെച്ചതും താൻ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ടതും രാവണൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾപ്പിച്ചപ്പോൾ വാനന്മാരെ സന്തോഷവും അതിശയവും അത്ഭുതവും ആദരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആ വാക്കുകളൊക്കെ കേട്ടു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരാലോചിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഹനുമാൻ പറയുകയും ചെയ്തു, യഥാർത്ഥത്തിൽ ആ ലങ്ക മുഴുവൻ കീഴടക്കാനോ രാവണാദി രാക്ഷസന്മാരെ കൊല്ലാനോ എനിക്ക് വിഷമം ഒന്നുമില്ല. പക്ഷേ അതിന് നിർദ്ദേശമില്ലാത്തതുകൊണ്ടും നിങ്ങളിവിടെ കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ് ഹനുമാൻ പറഞ്ഞത്. അപ്പോൾ ചില അംഗദൻ ചിലരൊക്കെ പറഞ്ഞു, ചില വാനരന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് ചെന്നിട്ട് ലങ്കയിലേക്ക് തന്നെ പോയിട്ട് രാവണാദി രാക്ഷസരെ കൊന്ന് സീതയെ കൊണ്ട് തിരിച്ചു പോവാം. എന്തിനാണ് രാമലക്ഷ്മണന്മാരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, സുഗ്രീവനൊക്കെ? നമുക്ക് തന്നെ എന്ത് ചെയ്യാം, സീതയെ രാമന് നേരിട്ട് സമർപ്പിക്കാമെന്ന് ഒരഭിപ്രായം ചില കവികൾ പറയാൻ. അപ്പോൾ അത് വലിയ ഉത്സാഹത്തോടു കൂടി എന്നാൽ വലിയ വീരകൃത്യം ചെയ്തു ഒന്നായി യജമാന്മാർക്ക് അത് തൃപ്തിയാവും എന്നവർ പറഞ്ഞു. ആ സമയത്ത് വൃദ്ധനും ചിന്താശീലമുള്ളവനായ ജാമ്പവൻ പറഞ്ഞു, അല്ലയോ വാനന്മാരെ, ഈ ഒരു അഭിപ്രായം യുക്തമായതല്ല. കാരണം നമ്മൾ എന്താവശ്യപ്പെട്ടു അത് ചെയ്യാണ് എപ്പോഴും അനുയായികൾ ചെയ്യേണ്ടത്. ഭൃത്യന്മാർ യജമാന്മാരുടെ വാക്കുകൾ അനുസരിക്കുകയാണ് വേണ്ടത്. സുഗ്രീവ രാജാവും രാമനൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടത് സീതയെ കണ്ടുപിടിക്കാനാണ്. അത് നമ്മൾ സൂക്ഷ്മമായി കണ്ടു കഴിഞ്ഞു. ഹനുമാൻ ചെന്നിട്ട് സീതയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് രാമനെ അറിയിക്കുകയാണ് നമ്മുടെ കർത്തവ്യം, അല്ലാതെ പറയാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, നമുക്ക് സാധിക്കായില്ലായിരിക്കാം രാവണനെ വധിക്കാനും രാക്ഷസന്മാരെ മുഴുവൻ തോൽപ്പിച്ചിട്ട് സീതയെ രാമന് സമർപ്പിക്കാനും നമുക്ക് സാധിച്ചു എന്ന് വരാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. രാമൻ്റെ യശസ്സിന് അത് കോട്ടം തട്ടിക്കും. വാനരന്മാരുടെ സഹായം കൊണ്ടാണ്, വാനരന്മാരാണ് സീതയെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയുന്നത് സ്വന്തം കുലാഭിമാനമുള്ളവനായ രാമൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വാനരന്മാർക്കൊക്കെ അത് സന്തോഷമാവുകയും ചെയ്യും. നമുക്കു ചേരാത്തൊരു പക്ഷമല്ല ഭവാൻ വിചാരിപ്പത് രാമനൂനോ എന്ന് പറഞ്ഞു. നമുക്കങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ ഉണ്ട്. യുക്തമല്ലിവിടെ നീ ചൊന്നതു ധീമൻ മഹാകവേ ആര്യേ തെക്കുതിരയാൻ നമ്മളോടരുളിരാ തമ്പുരാൻ നാം സീതയെ പണിപ്പെട്ടു വീണ്ടെടുത്താൽ വർഷഭൻ രാമൻ പ്രീതനുമായി തീരാ തൻ വംശപ്പേർ പുലർത്തുവൻ. തൻ്റെ വംശത്തിൻ്റെ പേര് നിലനിർത്തണം, അതിൻ്റെ അഭിമാനവും നിലനിർത്തണം വിചാരിക്കുന്നയാളാണ് രാമൻ. അപ്പോൾ രഘുവംശതിരകനായ രാമന് നമ്മൾ സീതയെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്നാണ് ജാമ്പവാൻ യുക്തിയുക്തമായിട്ട് പറഞ്ഞു. അത് വാനന്മാരൊക്കെ അനുസരിച്ചു. അങ്ങനെ അവർ ബഹളത്തോട് കൂടിയിട്ട് സന്തോഷം ധിക്കത്തോടു കൂടി തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ മധുവനം എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു തോട്ടമുണ്ട്. ആ സുഗ്രീവൻ്റെ കൽപ്പന പ്രകാരം കുറേ ഭടന്മാർ നേരിട്ട് രക്ഷിക്കുന്നതാണ്. അവിടെ ചെന്നിട്ട് ഫലമൂലാദികളൊക്കെ ഭക്ഷിക്കാം, തേന് കുടിക്കാമെന്നൊക്കെ കുറേ വാനന്മാർ പറയാൻ. അതിന് രാജാവിൻ്റെ പ്രതിനിധിയായിട്ട് അംഗദൻ്റെ അനുവാദം ഉണ്ടാവണമെന്ന് അംഗദനെ സമ്മതിക്കുകയും ചെയ്തു. ഇനിയുള്ളത് ഈ വാനന്മാരൊക്കെ കൂടിയിട്ട് മധുവനത്തിലേക്ക് ചെല്ലുന്നു. മധുവനത്തിൽ അവർ ചെയ്തിട്ടുള്ള വികൃതികളും അതറിഞ്ഞിട്ട് സുഗ്രീവൻ്റെ ഭടന്മാർ ഈ വാനന്മാരെ നേരിടുന്നതൊക്കെ ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ രാമൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഈ മധുവനത്തിലേക്ക് നടക്കുന്ന അവരുടെ ആക്രമണം അഥവാ മധുവനത്തിലേക്കുള്ള അവരുടെ കടന്നുകയറ്റം മുതലായ ഭാഗങ്ങളൊക്കെ അടുത്ത ഭാഷയിൽ പറയാം. അത് കഴിഞ്ഞാൽ 2-4 സർഗ്ഗങ്ങൾ കഴിഞ്ഞാൽ ഈ സുന്ദരകാന്ഡം സമാപിക്കാൻ. അപ്പോൾ അത് അടുത്ത ഘട്ടത്തിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഉപസംഹരിക്കുകയാണ്.